ഓം നമഃ ശിവായ. നമസ്തേ. ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മാ പ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വജ്രശക്തികല എന്ന ധ്യാന പരിശീലന കോഴ്സ് നമ്മൾ ആരംഭിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ്, 2024 ഡിസംബറിലാണ് നമ്മൾ അതിന്റെ ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചത്. ആയിരക്കണക്കിന് പഠിതാക്കളാണ് വജ്രശക്തികല ഇന്ന് ലെവൽ 1, ലെവൽ 2 അഡ്വാൻസ് തലത്തില് പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായ ഒരു ധ്യാന വിദ്യയാണ് വജ്രശക്തികല എന്ന് പറയുന്നത്. വജ്രശക്തി, അതായത് അസാമാന്യമായൊരു ബലം നമ്മളുടെ ശരീരത്തിനും മനസ്സിനും സൂക്ഷ്മമായ ബുദ്ധിയെ പ്രദാനം ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ ഡിവൈൻ എനർജി, ഷഠാധാര ചക്രങ്ങൾ, കുണ്ഡലിനി ശക്തി, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനും സഹായിക്കുന്ന വളരെ പൗരാണികമായ ഒരു ധ്യാന വിദ്യയാണ് വജ്രശക്തി കല എന്ന് പറയുന്നത്. 8 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ വിദ്യ അഭ്യസിക്കാം. 30 മിനിറ്റ് സമയം മാത്രമാണ് ഈ പരിശീലനം ചെയ്യാനായിട്ട് വേണ്ടത്. ഈ പരിശീലനം നമ്മൾ ഡിസംബർ മാസത്തിൽ തുടങ്ങിയപ്പോൾ പുതുതായിട്ട് പഠിക്കാൻ വന്നവരൊക്കെ ഒരു സംശയത്തോടു കൂടിയാണ് ആദ്യഘട്ടത്തിൽ വന്നത്. കാരണം ധാരാളം ധ്യാന പരിശീലനങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതെല്ലാം ശ്രേഷ്ഠം തന്നെ. ഏത് പരമ്പരയിൽ നമ്മൾ പഠിച്ചാലും അത് ശരിയായ മെത്തേഡുകളാണെങ്കിൽ അത് ശ്രേഷ്ഠം തന്നെയാണ്. അപ്പോൾ വജ്രശക്തികലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം, ഹിമാലയത്തിലെ അതിപൗരാണികമായ സിദ്ധാശ്രമ പരമ്പര, സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ ഡിസൈൻ ചെയ്ത, ആധുനിക കാല മനുഷ്യർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു മെത്തേഡാണ് വജ്രശക്തികല എന്ന് പറയുന്നത്. ശരീരത്തെ വളരെ വേഗത്തിൽ ഊർജവൽക്കരിക്കാൻ ഈ ടെക്നിക്കുകൾക്ക് സാധിക്കും. മനസ്സിനെ ശാന്തവും ശക്തവുമാക്കാൻ വജ്രശക്തികല പരിശീലനങ്ങൾ കൊണ്ട് സാധിക്കും. നമ്മുടെ ബുദ്ധിശക്തിയെ വികസിപ്പിക്കാനും സൂക്ഷ്മമായ ബുദ്ധിയെ പ്രദാനം ചെയ്യാനും വജ്രശക്തികല പരിശീലനം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ധാരാളം വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ ഓർമ്മശക്തി വികസിപ്പിക്കാൻ, ബുദ്ധിശക്തി വികസിപ്പിക്കാൻ വേണ്ടി വജ്രശക്തികലയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ പലരിലും സംഭവിക്കുന്ന ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങളുണ്ട്, സ്മൃതിനാശം, അല്ലെ ഓർമ്മ നശിച്ചു പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാർ, അതായത് ഒരു 8 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥി മുതല് ഉദ്യോഗാർത്ഥികൾ മുതല് വളരെ പ്രായമായവർ വരെ വജ്രശക്തികല പരിശീലിക്കുന്നുണ്ട്. അപ്പൊ ശാരീരികമായ ഊർജ്ജസ്വലത, മാനസികമായ ശാന്തത, മാനസികമായിട്ടുള്ള ശക്തി, സൂക്ഷ്മമായ ബുദ്ധിയുടെ ഉണർവ്, അതുപോലെ തന്നെ അതീന്ദ്രിയമായ ജ്ഞാനം, ഇന്ദ്രിയാതീതമായ ജ്ഞാനം, 6th സെൻസിനെ ഓപ്പൺ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിലെ ഷഡ്ചക്ര സംവിധാനങ്ങളെ, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂര, കനാഹത, വിശുദ്ധി, ആജ്ഞ ഉൾക്കൊള്ളുന്ന ഷഡാധാര ചക്രങ്ങളെ, കുണ്ഡലിനി ശക്തിയെ ഉണർത്താൻ, ഉയർത്താൻ ഈ വിദ്യ സഹായിക്കും. വജ്രശക്തികളെ സിമ്പിളായ പരിശീലനമാണെന്ന് പറഞ്ഞു. 30 മിനിറ്റ് ആണ് നമുക്കിത് പരിശീലിക്കാനായിട്ട് വേണ്ടത്. പ്രത്യേകിച്ച് വ്രതങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സാധാരണ ലൗകിക ജീവിതം നയിച്ചുകൊണ്ട് തന്നെ വജ്രശക്തികല പരിശീലിക്കാൻ സാധിക്കും. നിങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആകണമെന്നതിൽ നിർബന്ധമില്ല. നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്കും വജ്രശക്തികല പരിശീലിക്കാം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പഠിക്കാൻ വന്ന പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പുകവലിക്കുന്ന ശീലമുള്ള ആളാണ്, മദ്യപാന ശീലമുള്ള ആളാണ്, എനിക്ക് വജ്രശക്തികല പഠിക്കാമോ? ഏത് ദുശീലമുള്ളവർക്കും വജ്രശക്തികലയാകുന്ന സുശീലം അഭ്യസിക്കാം. കുറെ നാൾ കഴിയുമ്പോൾ എന്താണോ നിങ്ങളിൽ നിന്ന് പോകേണ്ടത്, ഏത് ദുശീലമാണോ നിങ്ങളിൽ നിന്ന് പോകേണ്ടത്, ഏത് സുശീലമാണോ നിങ്ങളിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ടത്, അത് വരും. ചെയിൻ സ്മോക്കേഴ്സ് ആയിട്ടുള്ളവര്, അതുപോലെ തന്നെ മദ്യത്തിന് അടിമപ്പെട്ടു പോയവരൊക്കെ ധാരാളം പേര് വജ്രശക്തികല പരിശീലിച്ചിട്ട് അതിൽ നിന്ന് വിമുക്തി നേടാൻ സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഈ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? ഒരു ആനന്ദം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന, താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ഉന്മേഷം. പക്ഷെ അത് നമ്മളുടെ ബ്രെയിനിനെയും നമ്മളുടെ മൈൻഡിനെയും നമ്മളുടെ ശരീരത്തിനെയും കരളിനെയും ഒക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ശരീരത്തിന് ദോഷകരമാണ്, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ? നമ്മളുടെ ബുദ്ധി നശിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യം നഷ്ടപ്പെടുത്തുന്നതാണ്, നമ്മളുടെ ധനത്തെ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുടെ ഉപയോഗം. ഇന്ന് കേരളത്തിലെ സമകാലിക ചർച്ച എന്ന് പറയുന്നത് ഈ യുവാക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ യുവതികളുടെ ഇടയിൽ, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ, കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന പുകവലി, മദ്യപാനമല്ല, MDMA പോലെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം അവരുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിയെ അപ്പാടെ തകർക്കുകയും ചെയ്യുന്നതാണ് ഇതെന്ന് നമുക്കറിയാം. നമ്മുടെ ഭാവി തലമുറയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന,
നമ്മളുടെ ജനതയുടെ വേരറുത്ത് കളയുന്നതാണ് ഇത്തരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം. ഇപ്പോ ഈ വജ്രശക്തികല ധ്യാന കോഴ്സിൽ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട ചില വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ ആദ്യഘട്ടത്തില് അവർ വന്നിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, വജ്രശക്തികല പരിശീലനത്തിലൂടെ അതിൽ നിന്ന് അവർക്ക് പൂർണ്ണമായി വിമുക്തി പ്രാപിക്കാൻ കഴിഞ്ഞു. കാരണം ഈ രാസലഹരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദം, ശാന്തി, സന്തോഷം ഈ പ്രാക്ടീസിലൂടെ കിട്ടുന്നുണ്ട്. വജ്രശക്തികലയിൽ ലളിതമായ പ്രാണായാമങ്ങളാണുള്ളത്, ലളിതമായ ധ്യാന മെത്തേഡുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സങ്കല്പ ശാക്തീകരണ ക്രിയകൾ, മനസ്സിനെയും ബുദ്ധിയും ഒക്കെ ഉന്മേഷവത്താക്കുന്ന ശാക്തീകരണ ക്രിയകളാണുള്ളത്. അത്തരത്തിൽ ഏതാണ്ട് 30 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ബോധതലത്തെയും നമ്മളുടെ ചക്രതലത്തെയും ഒക്കെ എനർജൈസ് ചെയ്യുന്ന, ഊർജ്ജസ്വലമാക്കുന്ന, അല്ലെ ആരോഗ്യം നൽകുന്ന, ആനന്ദം നൽകുന്ന മെത്തേഡാണ് വജ്രശക്തികല എന്ന് പറയുന്നത്. ഇത് അതിപൗരാണികമായ ശിവകുണ്ഡലിനി യോഗ പരിശീലനത്തിന്റെ ആധുനിക കാല വർഷനാണ് വജ്രശക്തികല എന്ന് പറയുന്നത്. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം അനേക തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. കൂടുതൽ കോഴ്സുകളും ഓൺലൈനായിട്ടാണ്. ശിവകുണ്ഡലിനി യോഗം, ആയുഷ് കല, വജ്രശക്തി കല, തന്ത്രസാധനകള്, അങ്ങനെ വിവിധ ക്ലാസ്സുകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും. അതുപോലെ തന്നെ നമ്മളുടെ സാധകന്മാർക്ക്, നമ്മളുടെ പഠിതാക്കൾക്കൊക്കെ ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ധ്യാന കേന്ദ്രം, ഒരു സാധനാ ശക്തി കേന്ദ്രം ആലപ്പുഴ ജില്ലയില് ചേർത്തല വാരനാട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തില് ശിവകുണ്ഡലിനി യോഗം, ആയുഷ് കല, വജ്രശക്തി കല, തന്ത്രയോഗം, അതുപോലെ തന്നെ നമ്മളുടെ സാധനാ ശക്തി കേന്ദ്രത്തില് വന്നിരിക്കുന്ന സാധകർ പലതരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. സാധനാ ശക്തി കേന്ദ്രത്തില് നമ്മള് മന്ത്ര, തന്ത്ര, യന്ത്ര വിധിപ്രകാരമുള്ള ഒരു ഊർജ ശിവലിംഗം, സമയമാർഗ രീതിയിലുള്ള ഒരു ഊർജ ശിവലിംഗം നമ്മളവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പരമപൂജനീയ ഗുരുദേവ് സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ ചിട്ടപ്പെടുത്തിയ ഒരു താന്ത്രിക മാർഗക്രമത്തിലാണ് ഊർജ ശിവലിംഗത്തെ നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ വിവിധ തരത്തിലുള്ള സാധനകൾ, യൗകിക സാധനകൾ, താന്ത്രിക സാധനകൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ സാധനാ ശക്തി കേന്ദ്രത്തിൽ വന്ന് ധ്യാനം ചെയ്തവരുടെ, ചക്രരാജേശ്വര ഊർജ ശിവലിംഗത്തിന് മുന്നിൽ ധ്യാനം ചെയ്ത സാധകരുടെയൊക്കെ ചില അനുഭവങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. നമസ്തേ. നമുക്ക് പരസ്പരം അറിയാം, നമ്മൾ ട്രിവാൻഡ്രത്തുകാരാണ്. അപ്പൊ നമ്മൾ ഇതില് ഈ ശിവകുണ്ഡലിനി യോഗത്തിന്റെ ഈ ഒരു ഇതിലോട്ട് വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതലായി അല്ലേ? നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേട്ടങ്ങൾ എന്നുള്ളത് ആധ്യാത്മിക പുരോഗതിയും ഭൗതികമായിട്ടുള്ള പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. റോജിയുടെ അഭിപ്രായം എങ്ങനെയാണ്? റോജിക്ക് ഇതിൽ വന്നിട്ട് എന്താണ് കൂടുതലായിട്ട് നേട്ടം? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ തന്നെ ഒരുപാട് ചേഞ്ചായി, അതാണ് സത്യം. കാരണം അത് എൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു ദേഷ്യ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് മാറിയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ വൈഫും ബാക്കിയുള്ളവരും ഒക്കെ പറയുന്നു വളരെ കാമായി, വളരെ ഇപ്പം ഓരോ കാര്യത്തിനും എന്ത് കാര്യം വന്നാലും അങ്ങനെ ഒരു എടുത്തുചാട്ടം ഇല്ല, അങ്ങനെ ഒരു പ്രകോപനം ഇല്ല, ഒരു പക്വത കുറച്ചുകൂടെ ഉയർന്നെന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. അത് പിന്നെ രണ്ടാമത് എന്താണ് നമ്മൾ ഈ സനാതന ധർമ്മം എന്നുള്ളത് ശരിക്കും നമ്മൾ അനുഭവിക്കാതെ എങ്ങനെ പറയാൻ പറ്റും? ശരിക്കും അനുഭവിച്ചപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് അതിശയം തോന്നി. 24 വർഷം വരെ, എൻ്റെ വയസ്സ് വരെ ഞാൻ അമ്പലത്തിൽ പോകാറില്ലായിരുന്നു. അമ്പലത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാലും ശരിക്കും തൊഴുവാനോ അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അറിയത്തുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വന്ന മാറ്റം സത്യത്തിൽ ഈ ഒരു സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഈ ഒരു ഗുരുപരമ്പരകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പഠനം വഴി ഞാൻ ഒരുപാട് മാറി. ഒരുപാട് സ്പിരിച്വലി മാറി, ഫിസിക്കലി മാറി. അതായത് ഞാൻ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഫിസിക്കലും അതുപോലെ തന്നെ ആത്മീയ തലത്തിലും വലിയ വ്യത്യാസം. ഒരു വ്യക്തി മാറുമ്പോൾ തന്നെ നമ്മുടെ കുടുംബം ഉറപ്പാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ വൈഫ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനുശേഷം എന്നെ ശ്രദ്ധിച്ച് എൻ്റെ മാറ്റങ്ങൾ കണ്ട് അദ്ദേഹം വന്നു. അദ്ദേഹം ഇപ്പം
ഒരു 7ാം പാദ ലെവലിൽ വന്ന് നിൽപ്പുണ്ട്. എന്തായാലും ഫാമിലിയും നമ്മുടെ ഈ സിസ്റ്റത്തിലോട്ട് അല്ല, അത് നാച്ചുറലി സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിതിപ്പോൾ ആരുടെ പറയുന്നില്ല, ഞാൻ ആരെയും അടുത്തും പറയാറില്ല. പക്ഷെ അവർ എന്നെ എന്താണ് മാറ്റമെന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലവർക്ക് താല്പര്യം ഉണ്ടാവും. അവർ വന്ന് ഇതിനെ അന്വേഷിച്ച് വരുന്നവരാണ്. അല്ലാതെ നമ്മൾ ആരെയും അന്വേഷിച്ച് പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പിടിക്കപ്പെടേണ്ടതല്ല. അങ്ങ് വന്നോളും. നമ്മുടെ ആചാര്യം പറയുമ്പോൾ സ്പിരിച്വൽ പാതയിലേക്ക് ഒരാൾ വരിക എന്ന് പറയാൻ അയാളുടെ കർമ്മഫലവും അല്ലെങ്കിൽ പൂർവ്വജന്മ തീർച്ചയായും ബന്ധപ്പെട്ട് എന്നെ ഇതിൽ വന്നത് ഞാൻ തന്നെ ഒരു അന്വേഷണ ഭാഗമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴിയാണ് ഇതിൽ വന്നത്. ഒരു ബേസും ഇല്ലാതെ വന്ന ഒരാള് ഇങ്ങനെ മാറ്റം വന്നെന്നുള്ളത് എന്നെക്കാളും ഉപരി ബാക്കിയുള്ളവരാണ് പറയുന്നത്. അതാണ് സത്യം. എന്തായാലും വളരെ സന്തോഷം. ഓം നമഃ ശിവായ. എൻ്റെ പേര് അനിൽകുമാർ, സ്ഥലം കുട്ടനാട്ടിൽ മങ്കൊമ്പാണ്. ഞാനൊരു 5-6 മാസമായിട്ട് സാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു വലിയൊരു അനുഭവമാണ് ഉണ്ടായത്. നല്ലൊരു എനർജി ലെവലുണ്ട്. എന്താണ് ഈശ്വരനെ എങ്ങനെ അറിയാം എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഹിമാലയ സിദ്ധാശ്രമം എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യോഗസാധന തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ അത്ഭുതാവഹമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു ലക്ഷ്യത്തിലേക്കുള്ള നമ്മളെ കൈപിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗുരു പരമ്പരയുടെ അനുഗ്രഹാശിസ്സുകളോടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. വളരെയധികം സന്തോഷം. എല്ലാവരും ഇതിൽ പങ്കുചേരുക, വിജയിക്കുക. ഞാൻ വിജയ്, കായംകുളത്തിൽ നിന്ന് വരുന്നു. ആയുഷ്കല 7ാം പാദം പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് വാരനാട് നടന്ന സത്സംഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമസ്തേ, എൻ്റെ പേര് ജയന്തി, സ്വദേശം കണ്ണൂരാണ്. പഞ്ചാക്ഷരി നന്നായിട്ട് ജപിച്ചു. നല്ല എനർജിയാണ് ഞങ്ങൾക്കുണ്ടായത്. ഇതുവരെ ലഭിക്കാത്ത പോലത്തെ ഉള്ളൊരു ആനന്ദം, ഒരു അനുഭൂതി, വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. ശരിക്കും ഈ ഒരു സെൻറ്ററിലേക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ ഒരു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിലെ കണ്ണിയായി മാറുകയും ഈ ഒരു ആയുഷ്കല പോലെയുള്ള വജ്രശക്തി പോലെയുള്ള സാധനകൾ പഠിക്കുകയും അറിയുകയും ചെയ്യുകയും അത് നിത്യജീവിതത്തിൽ പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. നമസ്തേ, എൻ്റെ പേര് മഹേഷാണ്. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഞാൻ ശിവകുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4-5 വർഷത്തോളമായി. അതുകൊണ്ട് ജീവിത പുരോഗതിയിൽ പല വിഷമഘട്ടങ്ങളിലും എനിക്കിത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാകുന്ന പല വിഷമഘട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ ജോലി കാര്യങ്ങളിലായാലും സാമ്പത്തിക പ്രശ്നങ്ങളിലായാലും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു അതിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ 4-5 വർഷം ഒരു സിസ്റ്റത്തിൽ തന്നെ ഒരാൾ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഊഹിക്കാൻ പറ്റുള്ളൂ ഏകദേശം എന്തായിരിക്കും. നേട്ടമില്ലാതെ ആരും ഒന്നിലും നിൽക്കത്തില്ലല്ലോ. അപ്പം എനിക്കെന്തായാലും നേട്ടം ഉണ്ടായിട്ടുണ്ട്, ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് വിഷ്ണു, സ്ഥലം പത്തനംതിട്ടയാണ്. വാരനാടുള്ള ഹിമാലയം സിദ്ധാശ്രമത്തിൻ്റെ ഈ ഏകദിന ക്യാമ്പ് പഞ്ചാക്ഷരി ജപിക്കാനായിട്ട് സാധിച്ചു. അതീവ ഹൃദ്യവും വളരെ മനോഹരവും സഹസാധകരുടെ കൂടെയുള്ള ആ ഒരു പഞ്ചാക്ഷരി ജപം ഹൃദയത്തിനും മനസ്സിനും സമ്മാനിച്ചത് വളരെ ഒരനുഭവമായിരുന്നു. ഓം നമഃ ശിവായ. നമസ്തേ, ജയകൃഷ്ണൻ എന്നാണ് പേര്. ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് സ്വദേശിയാണ്. വാരനാട് സാധനാ ശക്തി കേന്ദ്രത്തിൽ ആദ്യമായിട്ടാണ് എത്തിച്ചേരുന്നത്. ഇവിടെ വന്നതിന് ശേഷം പഞ്ചാക്ഷരി ജപിക്കാനും ലളിത സഹസ്രനാമ അർച്ചനയിൽ പങ്കെടുക്കുവാനും സാധിച്ചു. വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് ഇവിടെ. അതോടൊപ്പം വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എപ്പോഴും നിരന്തരം പഞ്ചാക്ഷരി മന്ത്രജപത്താലും ധ്യാനം ചെയ്യുന്ന സഹസാധകന്മാരുടെ ഊർജത്താലും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം ധാരാളം സമാന മനസ്കരായിട്ടുള്ള ആത്മീയ അന്വേഷകരെ ആകർഷിക്കുന്ന തരത്തിലേക്ക്
മാറാൻ ഇടയാവട്ടെ. നമസ്തേ, എൻ്റെ പേര് ഷാജി. തുറവൂരാണ് എൻ്റെ വീട്. വാർനാടുള്ള ഹിമാലയ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ സെൻട്രലിൽ നിന്ന് നടന്ന ധ്യാന പരിശീലനത്തിൽ പങ്കെടുത്തു. പഞ്ചാക്ഷരി മന്ത്രജപവും ലളിതാ സഹസ്രനാമ അർച്ചനയിലുമെല്ലാം പങ്കെടുത്തു. പ്രാണായാമ പരിശീലനം ഉണ്ടായിരുന്നു. മനസ്സ് വളരെ ശാന്തമായി. ഇതേപോലുള്ള പരിപാടികൾ മനുഷ്യനെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരാനും മനുഷ്യ മനസ്സിനെ ഈശ്വര്യബോധത്തിലേക്ക്, മനുഷ്യബോധത്തെ ഈശ്വര്യബോധത്തിലേക്കൊക്കെ വളർത്താൻ ഹിമാലയ സിദ്ധാശ്രമ സംഘത്തിൻ്റെ ഈ പരിശീലനങ്ങൾ ഉപകരിക്കും. ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ വ്യവസ്ഥയിൽ, ഈ സമൂഹത്തിൽ ഇപ്പം നിൽക്കുന്ന പല അരാജകത്വങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും. മനുഷ്യന് നന്മ സംഭവിക്കും. മനുഷ്യനും ലോകത്തിനും ഒക്കെ നന്മകളുണ്ടാകും. നമസ്തേ. നമസ്തേ, എൻ്റെ പേര് അഖിൽ. ആലപ്പുഴ ജില്ലയിൽ ചുനക്കരയാണ് സ്വദേശം. വാർനാട് നമ്മുടെ സെൻറ്ററിൽ ഇന്ന് ആദ്യമായിട്ടാണ് എത്തുന്നത്. 5 റൗണ്ട് പഞ്ചാക്ഷരി ജപവും അതിനുശേഷം ലളിതാ സഹസ്രനാമ ജപവും സാധനയും നമ്മൾ ചെയ്തു. എന്താ പറയുക, നമ്മളിവിടെ എത്തിച്ചേർന്ന് സാധന ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ അനുഭവം അറിയാൻ കഴിയും. അല്ലാതെ നമ്മൾ വാക്കുകളാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങളിവിടെ വന്ന് സാധന ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതിനേക്കാട്ടിലും ഒരു ശക്തമായ ഊർജ്ജമാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഇവിടെ എത്തി എല്ലാ ആൾക്കാരും, നമ്മുടെ എല്ലാ സാധകന്മാരും ഇവിടെ എത്തി സാധന ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങളിവിടെ എത്തി ഊർജത്തിൻ്റെ ഒരു അപൂർവമായ അന്തരീക്ഷം അത് നമ്മളിലേക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. ഹരി ഓം നമഃ ശിവായ. എൻ്റെ പേര് പുഷ്പകുമാർ. സ്വദേശം എടനാട്, ചെങ്ങന്നൂർ. ആയുഷ്കലയുടെ, അതായത് ഹിമാലയ സിദ്ധാശ്രമത്തിൻ്റെ ആയുഷ്കലയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നേരിട്ട് ഈ നല്ല ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്നത് അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച്, മൂകാംബികയിൽ വെച്ചാണ്. വളരെയധികം സന്തോഷം എനിക്കുണ്ടായി. നല്ല പോസിറ്റീവ് എനർജി. ആചാര്യൻ കൃഷ്ണകുമാർജി, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും പിന്നീട് ചരൽക്കുന്നിൽ ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തു. ഒരുപാട് ഇഷ്ടമായി. സർവേശ്വരൻ്റെ മഹാദേവൻ്റെയും അമ്മ മഹാദേവിയുടെയും നിറഞ്ഞ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെട്ടു. സച്ചിദാനന്ദ സ്വരൂപൻ്റെ അനുഗ്രഹം ഒരുപാട് ഇവിടെ അനുഭവപ്പെട്ടു. ഇതിലെ ഓരോ സാധകരും അവരുടെ ഭക്തിയും കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനും എൻ്റെ സഹധർമ്മിണിയും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. എന്നും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവായ. ഞാൻ ദിലീപ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. കോവിഡ് എൻ്റെ പീരീഡ് മുതൽ ഈ ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ സാധനങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്. സെൻറ്ററിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ നല്ല അനുഭവമായിരുന്നു. ശിവരാത്രിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങളെല്ലാം നടന്നില്ല. ഇന്നിവിടെ വന്നു, ഗുരുജിയെ കണ്ടു. വളരെ ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേക ഒരു അനുഭവം. ഒരു മഹാക്ഷേത്രത്തിൽ വന്നിരുന്ന് ജപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വന്ന് ഒരു പ്രാർത്ഥന നടത്തുന്നത് പോലുള്ള ഒരു വൈബ്രേഷൻ കിട്ടി. വളരെയധികം നന്ദി. ഓം ശ്രീ രാമയായേ നമഃ. ഓം ചമ്പകാശോക പുന്നാക സൗഗന്ധിക സത്കജ ഗുരുവിന്ദമണി ശ്രേണി കനൽ കോടീരമണ്ഡിത. ഓം ശ്രീ രാമയായേ നമഃ. ഓം അഷ്ടമീ. ഓം നമഃ